ഹായ് ഗായ്സ്. അപ്പോൾ ഞാനിന്ന് ഒരു എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. കാരണം ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് എയർ ഡ്രൈ ക്ലേ ഉപയോഗിച്ച് ഞാൻ ഇങ്ങനെ ചാംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ക്ലേറ്റോപ്പിയ ബൈ ചോദിച്ചു എന്നാണ് എൻ്റെ ആ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ്. നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്യണം. സോ നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. സോ ഞാൻ ഉപയോഗിക്കാത്തൊരു പാനാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് ഞാനൊരു അരക്കപ്പ്, ഞാൻ കുറേ ഉണ്ടാക്കിയില്ല, കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. സോ ഒരു ഹാഫ് കപ്പ് ഗ്ലൂ ആണ് ഞാൻ എടുത്തേക്കുന്നത്. 1 കപ്പാണ് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മെഷർ ചെയ്യുമ്പോഴത്തേനും 1 കപ്പല്ലേ എടുക്കുന്നത്. 1:1 റേഷ്യോ ആയിരിക്കണം എന്തായാലും. നമ്മുടെ കോൺഫ്ലോറും ഗമ്മും സെയിം റേഷ്യോ ആയിരിക്കണം. 1 കപ്പ് ഗം എടുത്തു കഴിഞ്ഞാൽ 1 കപ്പ് കോൺഫ്ലോർ തന്നെ ഉപയോഗിക്കണം. അപ്പം ഞാൻ കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ട് ഇളക്കുമായിരുന്നു ചെയ്തത്, നന്നായിട്ടൊന്ന് ഇത് പിടിക്കാൻ വേണ്ടി. അതിന് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ വിനീഗറും അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് നമ്മൾ ഇളക്കണം. മിക്സ് ചെയ്ത് കഴിയുമ്പം വേണമെങ്കിൽ വൈറ്റ് പെയിൻറ്റ് ആഡ് ചെയ്യാം. ഞാൻ കുറേ പ്രാവശ്യം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് 5-ാമത്തെ പ്രാവശ്യം കണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്ക് അത്ര മഞ്ഞ കളർ വന്നിട്ടില്ല. പക്ഷെ ഞാൻ സാധാരണ ചെയ്യുന്നത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും ഞാൻ വൈറ്റ് പെയിൻറ്റ് കൊണ്ട് ഞാനിതിങ്ങനെ മിക്സ് ചെയ്യുക, ലൈക്ക് നമ്മളതങ്ങ് കുഴയ്ക്കുമ്പോഴത്തേനും വൈറ്റ് കളർ ആവുന്നുണ്ട്. അപ്പം നമുക്കത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ വൈറ്റ് പെയിൻറ്റ്. ഇപ്പം തന്നെ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ഹീറ്റ് ചെയ്യണം. കുറച്ച് നേരം എന്ന് വെച്ചാൽ ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഏകദേശം ഒരു എന്താ പറയുന്നത്, കട്ട പിടിച്ച പോലെ ഒരു രീതിയിൽ വരും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുത്തി ഒന്ന് നന്നായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് സ്റ്റിക്ക് ചെയ്തിട്ട് ആ ഏരിയയിലുള്ള എല്ലാം സ്റ്റിക്ക് ചെയ്തൊരു കുറച്ച് സ്റ്റിക്കി ഫോമിലേക്ക് വരും. അപ്പോൾ ഞാനിങ്ങനെ സ്ക്രേപ്പ് ചെയ്തെടുക്കുമായിരുന്നു. ഞാനൊരു സ്റ്റീൽ സ്പൂൺ കൊണ്ട് നമ്മൾ മാക്സിമം അതിൻ്റെ അകത്തുനിന്ന് എടുക്കണമല്ലോ. പിന്നെ കുറച്ച് കോൺഫ്ലവർ ഞാനിങ്ങനെ ഒരു പ്ലാസ്റ്റിക് പേപ്പർ വെച്ചിട്ട് അവിടെ മെസ്സാവാതിരിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്തോട്ട് നന്നായിട്ട് കുഴയ്ക്കണം. കുറേ നേരം കുഴച്ച് കഴിയുമ്പോഴത്തേനും നമുക്കൊരു ഡോ പരുവത്തിൽ നല്ലൊരു സോഫ്റ്റ് സാധനം കിട്ടും. കുറച്ച് നേരം നമ്മളൊന്ന് കുഴച്ചുകൊണ്ടിരിക്കണം. ഏകദേശം ഒരു 3 മിനിറ്റ് നേരം കുഴച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ലൊരു സോഫ്റ്റ് ഡോ പരുവത്തിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് ചെറിയ ഭാഗമൊക്കെ ഒന്ന് പറിച്ച് നോക്കുക. അപ്പോൾ ഒരു റെയിൻ ഡ്രോപ്പ് ഷേപ്പിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം സംഭവം ശരിയായിട്ടുണ്ട്. വലിച്ചു കഴിയുമ്പോഴത്തേനും നമുക്കൊരു നല്ല സ്മൂത്ത് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഡോ ശരിയായിട്ടുണ്ട്. ഡോ അല്ല, ക്ലേ നമുക്ക് കിട്ടിയിട്ടുണ്ട്, എയർ ഡ്രൈ ക്ലേ. സോ ഇത് ഞാൻ പിന്നെ ഒരു പ്ലാസ്റ്റിക് റാപ്പിൽ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് ബോക്സിൻ്റെ അകത്ത് എയർ ടൈറ്റ് കണ്ടെയ്നർ പോലത്തെ ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് ഞാൻ പിന്നെ വെക്കുകയാണ്. ഏകദേശം ഒരു ഒരു മാസമൊക്കെ കിട്ടുമായിരിക്കും കേട്ടോ. പിന്നെ എനിക്കിത് 1 മാസമൊന്നുമില്ല, അതിന് കുറച്ചേ ഉള്ളൂ. കാരണം ഞാനിത് ഉപയോഗിച്ച് അപ്പം തന്നെ തീർക്കും. എനിക്ക് കൂടിപ്പോയ 2 വീക്കൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.